എല്ലാ വിദ്യാർത്ഥികളെ ഈശോ സ്പെഷ്യലായിട്ട് അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിൽ ജ്ഞാനത്തിന്റെ പുസ്തകമാണ് ബുക്ക് ഓഫ് വിസ്ഡം, 9-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യം. സൂപ്പർ ഒരു പ്രയറാണ്. 4-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം നിങ്ങൾ അന്ന് അടയാളപ്പെടുത്തിയിടണം, നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ കുറിച്ച് വെക്കണം. നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ ഈ 2 വചനങ്ങളൊക്കെ ഒരു ഫ്ലാഷ് കാർഡായിട്ടൊക്കെ ഒന്ന് എഴുതിയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചാൽ, ചുമ്മാ ഡിസൈൻ ചെയ്ത് വെച്ചാൽ പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം, അധ്വാനിക്കുകയും കൂടെ ചെയ്യണം. കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. 9-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം: വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ, അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ഈശോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണം, സ്വർഗത്തിൽ നിന്ന് ഒരു ജ്ഞാനം എനിക്ക് തരണം. ആ വിസ്ഡം എനിക്ക് കിട്ടിയാൽ ആ വിസ്ഡം എൻ്റെ കൂടെ അധ്വാനിക്കും. ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ ഹോംവർക്ക് ചെയ്യുമ്പോൾ, ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ കർത്താവ് അനുഗ്രഹിച്ച് നൽകുന്ന ഈ ജ്ഞാനം എൻ്റെ കൂടെ വർക്ക് ചെയ്യും. അങ്ങനെ എനിക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് നല്ല വിശുദ്ധയായിട്ട് ജീവിക്കാൻ പറ്റും. നല്ല ഒരു സെയിൻലി സ്റ്റുഡൻ്റ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. പരീക്ഷ ഹാളിലൊക്കെ കയറുന്നതിന് മുമ്പ് ഈ വചനം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാരണം കേട്ടോ. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 4-10 വാക്യങ്ങൾ. മറ്റൊരു വചനം നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പോ ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ശേഷമോ ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു വചനമാണ്. സുഭാഷിതങ്ങൾ, ബുക്ക് ഓഫ് പ്രോവർബ്സ് 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ജ്ഞാനവും അറിവും കർത്താവിൽ നിന്ന് പുറപ്പെടുന്നു. എന്ന് വെച്ചാൽ ഈശോയുടെ മടിയിലിരുന്ന് ഞാൻ ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നു, ഈശോയുടെ മടിയിലിരുന്ന് എനിക്ക് ബുദ്ധിമുട്ടുള്ള ഈ സബ്ജക്റ്റ് ഞാൻ ഒരുങ്ങുന്നു. എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഇത് പഠിച്ചാൽ തീരുവോ, ഞാൻ പഠിക്കുന്നതിൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരങ്ങളൊക്കെ എനിക്ക് എഴുതാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഞാൻ പഠിച്ച ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ടെൻഷൻ വരും. ടെൻഷൻ വന്ന് മിക്കവാറും നമ്മുടെ മാർക്കൊക്കെ നമ്മൾ കുളവാക്കും. കർത്താവിൽ നിന്ന് അറിവും ജ്ഞാനവും വരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നു? ഐ സബ്മിറ്റ് മൈസെൽഫ് ടോട്ടലി ടു ഹിം. ഞാൻ ഈശോയുടെ മടിയിൽ നിന്ന് പഠിക്കുന്നു. ഇനി ഇച്ചിരി ടെൻഷൻ വന്നാലും ഞാൻ ഈശോയുടെ മടിയിലിരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ 16-ാമത്തെ അധ്യായം അതിന്റെ 3-ാം വാക്യം: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും.